Hi all, in this video lecture we are going to cover backpropagation algorithm. So before that you have to analyze this figure. That means in this figure it's a two-layer network. Okay, two-layer neural network. Why it is called two-layer neural network? Because it consisting of one hidden layer and one output layer. Normally this input layer are the layer 0. We are not considering this is layer 0, this is layer 1 and this is layer 2. So it is called two-layer neural network. Okay, and this one is a three-layer neural network. So when we are neural networks, we can calculate networks into two. That means feed forward network and feed backward network. We already discussed these topics in the last videos. Anyways, feed forward network in നമ്മുടെ സിഗ്നൽ ഓരോ ലെയറിൽ നിന്നും നെക്സ്റ്റ് ലെയറിലേക്ക് പോകുന്നത് ആൻഡ് ഓൾസോ ഇൻ ദ ഹിഡൻ ലെയർ വി ആർ ഡൂയിങ് ദ കാൽക്കുലേഷൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ഇൻപുട്സ് ആൻഡ് the corresponding weights. That means we are doing the summation part and also applying activation function in the single node and are passing the result to the next node. Okay, and also bias is also given in this all these layers instead of rather than the inputs. Okay, so let's discuss the main and very important question, that is backpropagation. Okay, so in the backpropagation എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? backpropagation ചെയ്യുന്നത് when we are doing the feed forward network. That means actually we are performing a supervised learning. ഈ പറയുന്ന ഒരു ഡിസിഷൻ ഈ ന്യൂറൽ നെറ്റ്വർക്കിനകത്ത് നമ്മൾ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിനകത്ത് നമ്മളൊരു സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിന് കറസ്പോണ്ടിങ് ഇൻപുട്ടും ഔട്ട്പുട്ടും കൊടുത്ത് നമ്മൾ ഓൾറെഡി ലേൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, സോ വെൻ വി ആർ ഗിവിംഗ് എ ന്യൂ ഇൻപുട്ട് വി ആർ ഗെറ്റിംഗ് എൻ ഔട്ട്പുട്ട് ആൻഡ് വി ആർ കമ്പയറിംഗ് അവർ ഒബ്റ്റെയിൻഡ് ഔട്ട്പുട്ട് വിത്ത് ദി ആക്ച്വൽ ഔട്ട്പുട്ട്. Okay, output to compare it. That means target output to compare it. When we are seeing any kind of a difference between our original output as well as the obtained output, we have to backpropagate the same result. We have to backpropagate. Why we are doing this backpropagation? Backpropagation actually helps us to change the weights in order to minimize our error. ഓക്കെ, ഈ പറയുന്ന ഔട്ട്പുട്ടും അതായത് ടാർഗറ്റ് ഔട്ട്പുട്ടും അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഈ ഒരു ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്ക് വഴി നമുക്ക് ഔട്ട്പുട്ട് ചെയ്ത് കിട്ടുന്ന ഒരു ഔട്ട്പുട്ടും തമ്മിലുള്ള ഡിഫറൻസ് എറർ നോക്കും. എറർ എന്ന് പറയുന്നത് നമ്മൾ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ ട്രൈങ് ടു അഡ്ജസ്റ്റ് ദ വെയ്റ്റ്സ്, ദാറ്റ് മീൻസ് ദ വാല്യൂ ഓഫ് ദ വെയ്റ്റ്സ് ആസ് വെൽ ആസ് ദി ബയസ് കണ്ടന്റ്. ഓക്കെ, ലൈക്ക്വൈസ് വി ആർ ബാക്ക് പ്രൊപ്പഗേറ്റിംഗ് until we reach the corresponding input. That means ഇവിടെ നിന്ന് നമ്മൾ ഓൾറെഡി ഈ ഔട്ട്പുട്ട് പുറത്തിറങ്ങും. വെൻ വി ആർ സീയിങ് ദിസ് ഔട്ട്പുട്ട് ആൻഡ് ഓൾസോ ദി ഒറിജിനൽ ഔട്ട്പുട്ട്, ഇഫ് യു ആർ സീയിങ് എനി ഡിഫറൻസ് ബിറ്റ്വീൻ ദോസ് ഔട്ട്പുട്ട്സ് വി ആർ ബാക്ക് പ്രൊപ്പഗേറ്റിംഗ് ദ റിസൾട്ട്. ദാറ്റ് മീൻസ് ഹിയർ ഈ ഓരോ പെർസെപ്ട്രോണിലും ഓരോ ന്യൂറോണിലും എന്താണ് രണ്ട് ഓപ്പറേഷൻസ് ആണ് നടക്കുന്നത്. വൺ ഇസ് സമ്മേഷൻ ആസ് വെൽ ആസ് ദി activation function. So we are actually computing the effects that is happening on this single neuron. That means in the single neuron the inputs from this hidden layer is actually participating over here, right? So നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ഇൻപുട്ട് വെയ്റ്റ്സിനെ നമ്മൾ ഈ ബാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ഇവർ തമ്മിലുള്ള ഇടയിലുള്ള ഇൻപുട്ട് വെയ്റ്റ്സിനെയും കറസ്പോണ്ടിങ് എന്താണ് ഇവിടെ വരുന്ന ഓൾറെഡി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഇവിടെ നിന്ന് വരുന്നുണ്ട്, ഇവർ തമ്മിലും വെച്ചിട്ടായിരിക്കും ഇയാളുടെ കറക്റ്റുള്ള അതായത് ഈ പറയുന്ന വെയ്റ്റിനെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ആ ഒരു പ്രോബ്ലം പഠിക്കുമ്പോഴത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ വാട്ട് ഈസ് ബാക്ക് പ്രൊപ്പഗേഷൻ ഇത്ര മാത്രം മനസ്സിലാക്കിയേക്കുക. ബാക്ക് പ്രൊപ്പഗേഷൻ ഈസ് ആക്ച്വലി ഡൂയിങ് ടു മിനിമൈസ് അവർ എറർ ബിറ്റ്വീൻ ദി ആക്ച്വൽ ഔട്ട്പുട്ട് ആൻഡ് ദി ടാർഗറ്റ് ഔട്ട്പുട്ട്. Okay, original output that we obtained through our feed forward network and the target output. So in order to minimize this error we are adjusting the weights.
So let's discuss the backpropagation in detail. Backpropagation is an algorithm for supervised learning of artificial neural networks using gradient descent. അപ്പോൾ backpropagation എന്ന് പറയുന്നത് it's actually a supervised learning, but in this backpropagation we are using a gradient descent method. What is this gradient descent method? But actually, with the help of this gradient descent method, we are attaining to the minimum weight. That means attaining to the weight that gives us the lowest error. Okay, that means this particular technique or this gradient descent, this particular technique or backpropagation is actually used to determine how much weight can be changed. എന്തോരം വെയിറ്റ് എനിക്ക് ചേഞ്ച് ചെയ്യണം. ഓക്കെ, നമ്മളിപ്പം വെയിറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ എററിൻ്റെ റേറ്റ്, അതായത് എറർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അതായത് എറർ എന്ന് പറയുന്നത് കുറഞ്ഞു വരും. ഓക്കെ, അപ്പം എന്തോരം വെയിറ്റ് കുറച്ചാലാണ് നമ്മൾക്ക് നമ്മുടെ ഔട്ട്പുട്ടിനെ കുറച്ചും കൂടി ബെറ്റർ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക. സോ അതിനെയാണ് നമ്മൾ ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ആ വെയിറ്റിനെ അനലൈസ് ചെയ്യുന്നത്. ഇതാണ് ആക്ച്വൽ അതിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. ഇതാണ് ഡയറക്ഷൻ ഓഫ് ഗ്രേഡിയൻറ്റ്. സപ്പോസ് ദിസ് ഈസ് ആൻ ഇനിഷ്യൽ വെയിറ്റ് W. നമ്മൾ ഓൾറെഡി ആദ്യമേ അപ്ലൈ ചെയ്തിരുന്ന വെയിറ്റ് ആണ് ഈ പറയുന്ന W. ഈ പറയുന്ന W നമ്മൾ കുറച്ച് വന്ന് ഇവിടെ അറ്റൈൻ ചെയ്യുമ്പോഴാണ്, അതായത് ഈ ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മിനിമം എററിലേക്ക് വരുന്നത്. ഓക്കെ, സോ അതാണ് ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ്. ഈ ഒരു വേർഡ് ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സോ ഗിവൺ ആൻ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് and an error function, the method calculates the gradient of the error. That means if we are getting an artificial neural network and also the error function, this particular method actually calculates the gradient of the error function with respect to the neural network's weights. That means this is our error function. That means error as a function of weights. Weight in the function നമ്മൾ എററിനെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതാണ് നമ്മുടെ y axis and the x axis is the original weight തന്നിരിക്കുകയാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. സോ വി ആർ ഗെറ്റിംഗ് എവറി ടൈം വി ആർ ഗെറ്റിംഗ് എ കർവ്ഡ് ഷേപ്പ് ആയിരിക്കും കിട്ടുന്നത്. ദിസ് ഈസ് ആക്ച്വലി ദ എറർ ഫേസ്. വെൻ വി ആർ ട്രൈങ് ടു സപ്പോസ് ദ വെയിറ്റ് ഇവിടെ ആണെങ്കിൽ നമ്മളിത് കുറച്ച് ഇവിടെ എത്തുമ്പോഴാണ് മിനിമം എറർ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത്. സോ ഇനിഷ്യലി ദ വെയ്റ്റ്സ് നമ്മൾ തുടക്കത്തിൽ ഇതിൻ്റെ ഒരു ബാക്ക്പ്ropagationന്റെ ഒരു അൽഗോരിതം ഒന്ന് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ തരുവാണ്. ഇനിഷ്യലി ദ വെയ്റ്റ്സ് ആർ അസൈൻഡ് റാൻഡം. നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നത് റാൻഡം ആയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. വി ആർ റാൻഡംലി സെലക്ടിങ് ദ വെയ്റ്റ്സ് ഫോർ ദിസ് പെർട്ടിക്കുലർ അൽഗോരിതം. ആൻഡ് വാട്ട് ഈസ് ദ സ്റ്റെപ്പ് 2? Step 2, actually our algorithm actually iterating through two different processes. One is feed forward and second one is the backward phase. Okay, so our algorithm actually iterates through many cycles of two process. Okay, രണ്ട് പ്രോസസ്സിൻ്റെ so many cycles we are proceeding. That means first phase is forward phase and the second phase is backward phase. Okay, so what is actually a forward phase will do? In the case of a forward phase, neurons are getting activated from one input layer to another input layer till we attain the last output layer. Okay, so neurons in each time, in the case of a feed forward network, our neurons are getting activated from the input layer till the output layer. Okay, അതാണ് feed forward നടക്കുന്നത്. And also apply neurons weights and activations along this along the path from the input layer to the output layer. We are applying different weights. That means we are applying the summations of the weights and the corresponding inputs, and also the result of this summation are fed into an activation function. Normally an activation function using as a sigmoid function. It depends upon the question. Okay, activation function along the way. An output signal is produced from the final layer. Okay, so second phase is the backward phase. What backward phase will do? In the backward phase, output signal, we are comparing our output signal that we are obtained from the forward phase with the true target value. That means learn, because it is a supervised learning algorithm. Already the particular input will definitely have a target output value, so that we are comparing our obtained output signal with our true target value. That is in the first phase of the, that means first job of our backward phase. Next one is
if we are seeing any kind of a difference between those results, we are back propagating the results, okay, through the network. How we are back propagating? While we are back propagating, we are modifying the connection weights also, okay. So next one is, what is the third step? That means in the second step we are following two phases, that means a forward phase and a backward phase. And the last third step is the technique used to determine how much, what is our technique is doing? Our technique is actually determining how much weight can be changed, okay, from the initial weight until we obtained a target output value correctly, how much weight is changed, okay. That is actually given by, that is actually called gradient descent method. So this is the error against weights. At any point on the surface of the curve, the gradient suggests how steeply, what is our gradient suggest? The gradient suggests how steeply the error will be reduced or increased for a change in weight, okay. Algorithm helps to change the weights that result in a greatest reduction in error. That means our algorithm will always result in such a weight that reduces our actual error, okay. So ഇതാണ് നമ്മുടെ back propagation overall idea. So we can study the algorithm. First we can go through the problem, and after that we can analyze our algorithm. So this is our problem. See, so this is the input layers I1, I2, and this one is actually for the bias value, okay. And this input 1 is given to the one, means output of the input 1 is given to the hidden layer, and the hidden layer is fed to the output 1, okay. This is I1, H1, O1, means output 1. This is input 2, hidden layer 2, and output 2. And we are assigning different weights also, W1, W2, that means W1 is given to H1, W2 is given to H1, W3 is given to H2, W4 is given to H2. And bias B1 and B2 is actually same for both the hidden layers H1 and H2, that is 0.35, okay. So this input is given, that means input value is 0.05 and here 0.10, and here W5 is 0.50 is given to O1, and 0.5 W7 weight, the weight W7, that is the value 0.5 is given to O2, and this H2, from H2 there is a weight 0.45 is given to O1, and W8 0.55 is given from H2 to O2, and again the bias B3 and B4 is actually same, that is 0.60 is given to O1 and O2 respectively, okay. So this is, and the output, this is our actual target value, okay, actual target value, that means 0.01 and 0.99. So what is our first aim? Our first aim is, first step is forward propagation, second step is backward propagation, and the third step in putting all the values together and calculating the updated weights, okay. So let's analyze the first step, that is forward propagation. So in the forward propagation, normally നമ്മൾ എന്താണ് ചെയ്യുന്നത്? That means in a single perceptron, that means this is a single neuron, that is a single neuron or perceptron, we are performing two calculations. First one is a summation part, and then we are applying a activation function, okay. So we need to perform our summation part, okay, summation part. That means from this input layer we are finding out the output of H1, okay, output of H1. What is the output of H1? Okay, output of H1 is equal to എന്തായിരിക്കും? This is our input value, that is 0.05 into W1 weight, plus then here H1 is getting an input from I2 and also the corresponding weight W2. So plus 0.10 into 0.20 plus another value is there, that is bias B1, which is equal to 0.35 plus 0.35. So this is our
summation part. That means 0.05. How many inputs are getting for this particular H1? That is 3 inputs. One input is from I1, another input is from I2, and the third input from B1. Okay, so for this I1, the corresponding weight you have to multiply. For this I2 corresponding weight you have to multiply and do the summation part. You have to sum up these two contents plus this bias. Okay, so 0.05 into 0.15 plus 0.20 into 0.10 plus 0.35, which is equal to 0.3775. Next part, we have to do this summation. Then only I can output this a value from the single perceptron, that is H1. Okay, so we completed this summation part. Then we have to do this function, that means activation function part. So in the activation function, what we are applying a sigmoid function. So we have to do 1 plus 1 plus e raised to minus x. What is x? X is the result of the summation part, that is this one. Okay, so 1 divided by 1 plus e raised to 0.3775, which is equal to 0.59326, or you can write 27. Okay. Likewise, you have to find out the output for H2 also. So in the case of an H2, what are the inputs? The inputs for H2 are from I1, the corresponding weight is W3. That means 0.05 into 0.25, 0.05 into 0.25 plus, next one is, second input is I2 into W4. That means 0.10 into 0.30 plus, next B2 is nothing but 0.35 plus 0.35, which results the value 0.3925. Okay, next, that means we completed the H2 neurons, that means H2 perceptrons active summation part. Then how to get the output? We have to feed this into the activation function. So 1 divided by 1 plus, doesn't mind this, okay. 1 divided by 1 plus e raised to minus x. What is x? The output from the summation part, minus 0.3925, which is equal to 0.5960. So 69. Okay, enough. So we have to repeat this process for the output layer also. We find the output of the corresponding hidden layers. Like same process we have to follow for the output 1. That means output 1 and output 2. So repeat the process for the output layer neurons using the output from the hidden layer neurons as inputs. So next one is output for O1. We have to calculate output for O1. So how to calculate the output for O1? See here. O1 is getting the inputs from H1 and its corresponding weight. That means output of H1, right? H1, output of H1 into corresponding weight for 0.40. Then this O1 is getting the input from output of O2 into the corresponding weight W6 plus the bias part. Okay, this bias. So let's check. Output of O1 is equal to W5 into out H1. Okay, see here, you can see here, output of H1 is actually fed as the input for O1, right? And also similarly, output of H2 is given as the input for O2 also. Okay, in the both cases, the outputs of H1 and H2 are going for O1 and O2 respectively. Okay. So, output for O1 is equal to what? Output for O1 is equal to W5 into out H1 plus W6 into out H2 plus B3. Analyze the figure and perform the equation here. Okay. So when you are performing this, we are getting the output as 1.10591. Okay. Then we have to, this is the summation part. Then this summation part want to fed into our activation function F. So 1 plus, what we are doing, we have to do 1 divided by 1 plus e raised to minus x. That is, you have to give this value as the x and getting the output 0.751370 or 36507. Likewise, we have to find out our output for O2. In the case of an O2,
The same similar steps are following. In the case of an O2, see here, output of, that means 0.55 into output of H2 plus 0.5 into output of H1 plus 0.60. Okay. So when we are performing this, we are getting 1.22492140. Okay. You can round the value. Okay. Then this is our summation part. We have to fit this summation part into the activation function, that is 1 plus 1 divided by 1 plus e raised to minus x, which is equal to 0.77292. Okay.